أعوذ بالله من الشيطان الرجيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. جزاك الله خيرا. الله يحفظك. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. وقضى ربك നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു നിങ്ങൾ ആരാധിക്കരുതെന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. ഇല്ലാ ഇയ്യാഹു എന്നാൽ അവനെ അല്ലാതെ, അള്ളാഹുവിനെ അല്ലാതെ, അവനെ മാത്രമല്ലാതെ ഒരാളെയും ആരാധിക്കരുത് എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. നോക്കി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. ഇത് തൊട്ടടുത്ത് പറഞ്ഞതാ വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനും. അപ്പോൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ ഉടനെ ആരെയാണ് പറഞ്ഞത്? മാതാപിതാക്കളെ പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന. വഖളാ റബ്ബുക നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു അല്ലാ തഅബുദു എന്താണ്? അവനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഇല്ലാ ഇയ്യാഹു അവനെ മാത്രമല്ലാതെ ഒരാളെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഇഹ്സാന നന്മ ചെയ്യുക. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ഇമ്മാ യബ്ലുഗന്ന അവർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ദക നിന്റെ അടുക്കൽ വെച്ച് അൽ കിബറ എന്താണ്? കിബറ എന്ന വാർദ്ധക്യം. അവർ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അഹദുഹുമാ അവരിൽ ഒരാളോ ഔ കിലാഹുമാ അവരിൽ രണ്ടാളും അല്ലെങ്കിൽ രണ്ടാളത്തിൽ ഒരാളോ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വലാ തഖുൽ ലഹുമാ നീ അവരോട് രണ്ടാളോടും പറയരുത് ഉഫിൻ. ഈ അറബി ഭാഷയിലെ ഇതേപോലെ ഏറ്റവും ചെറിയ നിസ്സാരായ പദമില്ല എന്ന് പറഞ്ഞു ഫിൻ. എന്നാൽ അതിലേറെ മോശപ്പെട്ടിയിലെ ഏറ്റവും നിസ്സാരമായ വാക്കാണിത്. എന്നാൽ അതുപോലും പറയരുത് എന്നർത്ഥം ഫിൻ. ഈ ആക്ഷേപിക്കണിലും അതുപോലെ തന്നെ തോന്നിയാസം പറഞ്ഞിലും ഏറ്റവും മോശപ്പെട്ടിയിലെ ഏറ്റവും ചെറിയ വാക്കാണ് ഫിൻ. അതുപോലും ആരോട് പറയരുത്? മാതാപിതാക്കളോട് പറയരുതെന്നാണ്. വലാ തൻഹറുഹുമാ അവരോട് കയർക്കുകയും ചെയ്യരുത്. ഖുൽ ലഹുമാ ഖൗലൻ കരീമാ അവരോട് മാന്യമായ നല്ല വാക്ക് പറയണം. വലാ തൻഹർഹുമാ ഈ ആയത്ത് കേട്ടതിന് ശേഷം ചില സഹാബാക്കൾ അവരെ ഉമ്മാനും ബാപ്പാൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും മടിയിൽ നിന്നവർ.
ولا تنهرهما وقل لهما قولا كريما. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. وقضى ربك നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു അവരല്ലാതെ ആരാധിക്കരുത് ഇല്ല ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ നിന്റെ അടുക്കൽ വെച്ച് അവർ വാർദ്ധക്യം പ്രാപിച്ചവരാണെങ്കിൽ അഹദുഹുമ അവരിൽ ഒരാൾ കിലാഹുമ അവരിൽ അല്ലെങ്കിൽ രണ്ടാളും ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളെ ഇടയിൽ ഒച്ചയിൽ വർത്തമാനം സഹാബാക്കൾ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ നിന്ന് മെല്ലെ അവർക്ക് കേൾക്കാത്ത വിധത്തിൽ അത്രയും താഴ്ന്ന വിധത്തിലായിരുന്നു അവർ സംസാരിച്ചിരുന്നതെന്നാണ്. അള്ളാഹു ഏതെങ്കിലും നിലക്ക് മാതാപിതാക്കളോട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ശബ്ദത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അസ്മാ റളിയല്ലാഹു അൻഹ ഹദീസ് കാണാൻ സാഹിബിൻ്റെ ഉമ്മ മുശ്രിക്കായിരുന്നു. അതുപോലെ തന്നെ പല സഹാബാക്കളും ചോദിച്ചിട്ടുണ്ട് എൻ്റെ വാപ്പ മുശ്രിക്കാണ്, ഓലോട് എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടത്. അപ്പോൾ സൂറത്തുൽ ലുഖ്മാനിൽ ഫിദ്ദുന്യ മാറൂഫ, ദുന്യാവിൽ നിങ്ങൾ ഓലോട് നല്ല നിലക്ക് തന്നെ പെരുമാറിക്കൂടി എന്ന് പറഞ്ഞാൽ ഇഹലോക കാര്യത്തിൽ ഓലോട് നല്ല നിലക്ക് തന്നെ പെരുമാറണം. പരലോകത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഷിർക്ക് പറയുകയാണെങ്കിൽ ഷിർക്കിന് വേണ്ടി കൽപ്പിക്കണ മാതാവും പിതാവാണ്. ഇപ്പം മൗലൂദ് ഓതാൻ പറഞ്ഞ മാതാവാണ് പിതാവാണെങ്കിൽ അല്ലെങ്കിൽ ആ നിലക്ക് എന്തെങ്കിലും വിദേഹത്ത് ചെയ്യാൻ പറയുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരനുസരിച്ച് പോവുകയേ ചെയ്യാൻ പാടില്ല, അവരാ കാര്യത്തിൽ അനുസരിക്കാനേ പാടില്ല. എന്നാൽ ദുന്യാവിൻ്റെ കാര്യം ആശുപത്രിക്ക് പോവുക, അസുഖമായാലും അങ്ങനത്തെ ദുന്യാവിയായ കാര്യമുണ്ടല്ലോ, ആ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതെത്ര മുശ്രിക്കാണെങ്കിലും കൊടിയ മുശ്രിക്കാണെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖുൽ ലഹുമാ ഖൗലൻ കരീമ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖ്ഫിദ് ലഹുമാ അവർക്ക് നീ താഴ്ത്തി കൊടുക്കുക. ജനാഹ ദുല്ല്, ജനാഹ എന്ന ചിറക്, അദുല്ല് എന്താണ് വിനയത്തിൻ്റെ താഴ്മയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കുക. മിനർ റഹ്മ കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ കാരുണ്യത്തിൽ നിന്നുള്ള ചിറക് നീ കാരുണ്യത്താൽ നീ അവർക്ക് ചിറക് നീ താത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിനയത്താൽ അവരുടെ അടുക്കൽ വിനയപ്പെട്ട് നിൽക്കുക നടത്തും. വഖുൽ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വഖുൽ നീ പറയുകയും ചെയ്യുക റബ്ബി ഇർഹംഹുമാ എന്താ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ. കമാ റബ്ബയാനി സഗീറ ചെറുപ്പത്തിൽ എന്നെ എപ്രകാരമാണോ വളർത്തിയത് അതുപോലെ. ഈ പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഒരു ഇത് അറിയോ, ചെറുപ്പത്തിൽ നമ്മളെ നല്ലോണം ശരിക്കും നോക്കിയിരുന്നെങ്കിലാണ് അവർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് അവകാശമുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാതാപിതാക്കൾ ദീനീപരമായി ഇവിടെ ദീന് മാത്രമാണ്, മറ്റല്ല ഭൗതികമായിട്ട് എത്ര 60 ലക്ഷം 80 ലക്ഷം കൊടുത്ത് ഡോക്ടറാക്കിയാലും എഞ്ചിനീയറാക്കിയാലും ഒന്നും പിന്നെ പറയില്ല. അതുകൊണ്ടൊന്നും ഭൗതികമായിട്ടുള്ള കാര്യം ഉണ്ട് എന്നുള്ളതല്ലാതെ പരലോകത്ത് കാര്യം കിട്ടില്ല. നേരെ മറിച്ച് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉമ്മ ഉപ്പ ഓനെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഉത്തരം പറയേണ്ടി വരും. എൻ്റെ ഉമ്മാനും ബാപ്പാനും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറയും അള്ളാഹിൻ്റെ മുന്നിൽ വെച്ചിട്ട്. ഇതിനെന്തിനാ ഉമ്മ എടുക്കാൻ വേണ്ടിയിട്ടല്ല, ചവിട്ടി എഴുതാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഓരോട്ടിട്ട് ഒന്ന് ചവിട്ടി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നന്മ പഠിപ്പിക്കണം, ദീൻ പഠിപ്പിക്കണം. അവരോട് മക്കളോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറിയ ആൾക്കാർക്ക് ഈ പ്രാർത്ഥന കിട്ടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആ പ്രാർത്ഥന അവർക്ക് കിട്ടുന്നതാണ്. ചെറുപ്പത്തിൽ എപ്രകാരമാണോ എന്നെ സംരക്ഷിച്ച്
തർബിയത്ത് നൽകി വളർത്തിയത്, അതുപോലുള്ള അത് അവർക്കും നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വർഗവും നരകവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റിളല്ലാഹി റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹിൻ്റെ കോപം, അല്ലേ? അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന. ഒരിക്കൽ പിന്നെ നബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, നബിയെ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞതാണ് എൻ്റെ മകൻ കേൾക്കണുള്ളൂ, ഞാൻ പറഞ്ഞത് പാപ്പിയമ്മയും പറഞ്ഞത് അതിന് മുൻഗണന കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അവർ എൻ്റെ മകന് അല്ല പിന്നെ അത് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന എന്ന് പറഞ്ഞു. മാതാപിതാക്കളാണ് സ്വർഗത്തിൻ്റെ നടുവിലെ വാതിൽ എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നീ അത് നഷ്ടപ്പെടുത്തിക്കോന്ന് ചോദിച്ചു. നബിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞത് പിന്നെ മകനാണ്. മകൻ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, എൻ്റെ വാപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും എനിക്ക് കാര്യമാണ്, പെണ്ണുങ്ങൾ പറഞ്ഞതും കാര്യമാണ്, രണ്ടാളും പറഞ്ഞത്, രണ്ടാളെയും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വാപ്പിയമ്മയും വളരെ ക്രൂരന്മാരും മോശപ്പെട്ട ആൾക്കാരും ഒക്കെയാണ്. പെണ്ണുങ്ങൾ നല്ല സ്വാലിഹത്തായ പെണ്ണാണ്. അപ്പോഴും ആരെയാണ് അംഗീകരിക്കേണ്ടത്? അപ്പോൾ ആരെയാണ് അംഗീകരിക്കേണ്ടത്? വാപ്പാനിമ്മൻ തന്നെ. ഇല്ലെങ്കിൽ എന്താവും? സ്വർഗം നഷ്ടപ്പെടുന്നതാണ്. പെണ്ണുങ്ങൾ വളരെ നല്ല പെണ്ണാണ്, വാപ്പിയമ്മയും മോശപ്പെട്ടവരാണ്. എന്നാൽ പോലും വാപ്പാൻ്റെയും ഇമ്മാൻ്റെയും വാക്ക് കേട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനെതിരെ പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളിത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കാനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ നടുവിലെ വാതിലാണെന്നാണ്. അപ്പോൾ നമ്മളവിടെ മാതാപിതാക്കളോട് പിന്നെ കാണിക്കേണ്ട മര്യാദകൾ മദ്രസ എന്നൊക്കെ കുറേ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ അത് വേണ്ട വിധത്തിൽ പഠിപ്പിക്കണില്ല ശരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഹാബത്തിൻ്റെ ഒക്കെ മുന്നിൽ വാപ്പാർ പോവുകയാണെങ്കിൽ, ഉമ്മാർ പോവുകയാണെങ്കിൽ ഓലതിൻ്റെ മുന്നിൽ ഓവർടേക്ക് നടക്കില്ലായിരുന്നു. വാപ്പങ്ങ് നടന്നു പോകണി വാപ്പാനെ മുന്നിൽ ചാടേണ്ടതില്ലാന്ന് പറഞ്ഞു. അത് അനാദരവാണെന്നാണ്, ഹുക്കൂക്കാണെന്നാണ് പറഞ്ഞു. ഹുക്കൂക്കല്ല, എന്താണ് അനാദരവ്? അത് സ്വർഗം നഷ്ടപ്പെടാനുള്ള കാരണം. അനുവാദം ചോദിച്ചുകൊണ്ട് നമുക്ക് പോകാം, ഞാൻ മുന്നിൽ കിടക്കട്ടെ എന്ന്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു അവർ ആ കാര്യത്തിൽ നിന്നാണ്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ അബൂ ഹുറൈറ പോലെയുള്ള സഹാബാക്കളൊക്കെ 4ഉം 5ഉം പ്രാവശ്യം പറയാറുണ്ടായിരുന്നു, ഉമ്മ ഞാൻ പോകാട്ടോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാറുണ്ടായിരുന്നു. കേട്ടാൽ പിന്നെയും അവരനുവാദം കിട്ടിയാൽ പിന്നെയും ആ അനുവാദം കേൾക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറയുടെ ഉമ്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാതാപിതാക്കളോട് പെരുമാറുന്നതോടൊപ്പം മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് ആയത്ത് കിട്ടുക. വഖ്ഫിദ് ലഹുമാ, നമ്മൾ നോക്കി ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിൻ്റെ ഒരു ചിറക്, അതാണ് അവിടെ പ്രയോഗിച്ചത്. വഖ്ഫിദ്, താത്തി കൊടുക്കണം. നന്നാച്ചു വല്ല ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ രാജാവോ ഒക്കെ ആണെങ്കിലും ആരായിരിക്കും? മകനാണ്, അല്ലേ? അതുകൊണ്ട് ആ താഴ്മയുടെ വിനയത്തിൻ്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. ഖുദൂഇൻ്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം. എന്തുകൊണ്ട്? മിനർ റഹ്മ, അന്നത്തൽ. വഖുൽ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മുസബിനും ഉമ്മർദാനും ഉമ്മ മുശ്രികത്തേനും, അല്ലേ? മുശ്രികത്തേനും ഉമ്മ എന്താ പ്രയോഗിച്ച പ്രയോഗം എന്നറിയോ? ഞാൻ ഉമ്മാനെ അനുസരിക്കാത്തവനാണ്, ഉമ്മാനെ കൊന്നവനാണ് എന്നാണ് പറയിപ്പിക്കുന്ന പറഞ്ഞു. എന്നാലും അദ്ദേഹം എന്ത് ചെയ്തില്ല? ദീനിന്ന് വിട്ടില്ല, മതത്തിന് വിട്ടില്ല. ഉമ്മാനെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആളായിരുന്നു മുസബിനും ഉമറുല്ലാഹു. പക്ഷേ ഉമ്മങ്ങൾക്ക് ഓരോ ആത്മാവുണ്ടെങ്കിലും വേറെ സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആ ഓരോ ആത്മാവും പടഞ്ഞ് മരിക്കുകയാണെങ്കിലും ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല എന്ന് പറഞ്ഞു. അത് ആദർശമാണ്. പക്ഷേ മറ്റുള്ള നിലക്ക് ഭൗതികപരമായിട്ട് എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നാണ് പറഞ്ഞത്.